ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ 12ാമത്തെ ചാപ്റ്റർ സർഫസ് ഏരിയ ആൻഡ് വോളിയൂംസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പല ഷേപ്സിലുള്ള സോളിഡ്സും അതിൻ്റെ സർഫസ് ഏരിയയും വോളിയൂംസിനെ പറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് 3D ഷേപ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആദ്യം കൊടുത്തിരിക്കുന്നത് സിലിണ്ടറാണ് അല്ലേ. രണ്ടാമത്തത് സ്പിയർ, മൂന്നാമത്തത് കോൺ, നാലാമത്തത് ഹെമിസ്പിയറാണ് അല്ലേ, അഞ്ചാമത്തത് ക്യൂബോയിഡ്. അപ്പോൾ ഇതിൻ്റെ വോളിയവും സർഫസ് ഏരിയയും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ പല സോളിഡ്സ് എന്താണ് കമ്പൈൻ ചെയ്ത് വരുമ്പം അതിൻ്റെ സർഫസ് ഏരിയയും വോളിയൂംസും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പിക്ചേഴ്സ് അവിടെ തന്നിരിക്കാം. ആദ്യം ടെസ്റ്റ് ട്യൂബിൻ്റെ, രണ്ടാമത്തെ ഒരു ടോയിയാണ്, മൂന്നാമത്തത് പെട്രോളിയം ട്രക്കാണ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് നോക്കിക്കേ. ടെസ്റ്റ് ട്യൂബിൽ ഏതൊക്കെ സോളിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്? നോക്കിക്കേ, നിങ്ങൾക്കറിയാവുന്ന ഷേപ്പാണ് അല്ലേ. ടെസ്റ്റ് ട്യൂബിൽ ഇതുണ്ട് ഇവിടെ വരെ. ഇതേത് ഷേപ്പാണ്? സിലിണ്ടറിൻ്റെ ഷേപ്പാണ് അല്ലേ. ഈ താഴോട്ടുള്ളതോ? ഇത് ഹെമിസ്ഫിയർ. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിന് ഏതൊക്കെ സോളിഡിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്? സിലിണ്ടർ പ്ലസ് ഹെമിസ്ഫിയർ. ഇനി രണ്ടാമത്തെ ടോയിയുടെ കേസ് എടുക്കാം. ടോയിയുടെ കേസ് എടുക്കുമ്പം ഇങ്ങനൊരു ഷേപ്പാണ് അതിനുള്ളത്. എന്ന് പറഞ്ഞാൽ മേൽഭാഗം ഒരു കോണിൻ്റെ ഷേപ്പും താഴ്ഭാഗം ഹെമിസ്ഫിയറും. എന്ന് പറഞ്ഞാൽ ഈ ടോയിയുടെ ഇവിടെ ഏതൊക്കെ സോളിഡിൻ്റെ കോമ്പിനേഷനാണ്? കോൺ പ്ലസ് ഹെമിസ്ഫിയർ. അടുത്ത പെട്രോളിയം ട്രക്ക്. ഇതിനെന്താ നമ്മൾ ആ പെട്രോളിയം ടാങ്കിൻ്റെ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ആ ഒരു ഷേപ്പ്. ഇങ്ങനെ അതിലേതൊക്കെ സോളിഡിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ ഇതൊരു സിലിണ്ടറാണ്, ഈ നടുക്ക് വന്നിരിക്കുന്നത് ഇതൊരു സിലിണ്ടർ. ഇനി രണ്ടെൻഡിലും വന്നിരിക്കുന്ന നോക്കിക്കേ, ഇത് ഒരു ഹെമിസ്ഫിയറാണ്, ഇവിടെ ഒരു ഹെമിസ്ഫിയറാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ സോളിഡ്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്? ഒരു സിലിണ്ടറിൻ്റെ രണ്ട് ഹെമിസ്ഫിയർ ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. അപ്പോൾ ഈ ഓരോ കേസിൽ എന്ത് ചെയ്യും? നമുക്ക് സർഫസ് ഏരിയയും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ ഈ ഷേപ്പ് ടെസ്റ്റ് ട്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കാണുന്നത് എങ്ങനെയാണ് നോക്കിക്കേ. ഇതിനകത്ത് സിലിണ്ടറും ഹെമിസ്ഫിയറും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുമ്പം സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ പ്ലസ് ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്നാണോ നമ്മൾ എടുക്കുന്നത്? അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ നമുക്കറിയാം ഇത് ഹോളോ ആണ് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ ഹോളാണ്, എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഈ ഭാഗം വരുന്നില്ല ഇവിടെ, അത് ഹോളോ. താഴെ എന്താണ്ട് ഈ സർക്കുലർ പോർഷനും എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് വരുന്നില്ല. അപ്പം അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കേണ്ട ആവശ്യമുണ്ടോ സിലിണ്ടറിൻ്റെ? ഇല്ല. ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ മാത്രം മതി. ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് പിന്നെന്താ വരിക? അവിടെ താഴെ വന്നിരിക്കുന്നത് ഹെമിസ്ഫിയറാണ്. ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നില്ല. കാരണം എന്താ? അതിൻ്റെ ആ ബേസ് ഭാഗം അവിടെ വരുന്നില്ല. ബേസ് ഭാഗം അകത്താണ്, അതിൻ്റെ സർഫസിലായിട്ട് വരുന്നില്ല. അപ്പോൾ സർഫസിൽ വരുന്നത് ഏതേ ഉള്ളൂ? ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. നിങ്ങൾക്കറിയാം കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറും കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയറും എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 2πRHഉം പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2πr². നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ തരുന്ന പോലെ ആറും എച്ചും ഒക്കെ നമുക്ക് തരും. ഇപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തതാണ്, അതിൻ്റെ ഫോർമുല ഒന്ന് എഴുതി വെച്ചേ.
ഇനി രണ്ടാമത്തെ കേസിൽ ടോയിയുടെ കേസ് എടുക്കാം. ടോയിയുടെ കേസ് എടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞത് കോൺ പ്ലസ് ഹെമിസ്ഫിയർ ആണ്. കോൺ എന്ന് പറഞ്ഞാൽ കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുന്ന സമയത്ത് കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം കോണിൻ്റെ ബേസ് ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്താണ്, അത് സർഫസിൽ വരുന്നില്ല. സർഫസിൽ വരുന്നത് ഏതേ ഉള്ളൂ? കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ പ്ലസ് പിന്നെന്താ വരുന്നത്? ഹെമിസ്ഫിയറാണ് താഴെ വരുന്നത്. ഹെമിസ്ഫിയറിൻ്റെ എന്ത് ചെയ്യുന്നില്ല? ബേസ് സർക്കുലർ പോർഷൻ വരുന്നില്ല, അതകത്താണ്. അപ്പോൾ വെളിയിൽ വരുന്നത് ഏതേ ഉള്ളൂ? ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പം കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്ന് പറയുന്നത് πRL ആണ്. പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഹെമിസ്ഫിയർ എന്താണ്? 2πr². അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? റേഡിയസും അതുപോലെ L എന്ന് പറഞ്ഞാൽ സ്ലാൻ ഹൈറ്റ് തന്നിരിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ കേസിൽ ഏതാണ്? പെട്രോളിയം ട്രക്കിൻ്റെ അതിനകത്ത് പെട്രോളിയം ടാങ്കിൻ്റെ മാത്രം എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു? സിലിണ്ടർ പ്ലസ് 2 ഹെമിസ്ഫിയറാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സിലിണ്ടറിനെ നോക്കിക്കേ, അതിൻ്റെ ബേസ് സർക്കുലർ പോർഷൻ അതിനകത്താണ് വന്നിരിക്കുന്നത്, അതിന് സർഫസിലല്ല. അപ്പോൾ അത് സർഫസിൽ വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് പിന്നെന്താണ്? 2 ഹെമിസ്ഫിയർ വന്നിട്ടുണ്ട് അല്ലേ? 2 എൻസിലായിട്ട് 2 ഹെമിസ്ഫിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ എന്താണ്? സർക്കുലർ പോർഷൻ അതെന്താ? ഉള്ളിലാണ് വന്നിരിക്കുന്നത്. ഉള്ളിലായതുകൊണ്ട് എന്ത് വേണ്ട? നമുക്കത് എടുക്കേണ്ട, സർഫസിലുള്ള മാത്രം മതി. സർഫസിൽ എന്താ? കേർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പ്ലസ് എന്താണ്? കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഒരെൻഡിൽ പ്ലസ് അടുത്ത എൻഡിലും അതുപോലെ എന്താണ്? ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് ഹെമിസ്ഫിയർ, അല്ലെങ്കിൽ ഈ സെയിം ഹെമിസ്ഫിയറിൻ്റെ സെയിം ഷേപ്പാണ് കേട്ടോ. ആ എൻഡിലും ഈ എൻഡിലും സെയിം ഷേപ്പിലുള്ള ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് എപ്പോഴും സെയിമാണ്. സിലിണ്ടറിൻ്റെ റേഡിയസിനോട് തന്നെ ഈക്വലായിരിക്കും നമ്മുടെ ഈ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും കേട്ടോ. അപ്പോൾ ഇവിടെ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH പ്ലസ് ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πr². അങ്ങനെ 2 ഹെമിസ്ഫിയർ ഉണ്ട് പ്ലസ് 2πr². ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വോളിയം. അപ്പം ഈ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിൽ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ 2 പടം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പടത്തിൽ ഒരു താഴത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യൂബോയിഡാണ് വന്നിരിക്കുന്നത് അല്ലേ? മേളിൽ സിലിണ്ടർ വന്നിട്ടില്ല, പക്ഷെ സിലിണ്ടറിൻ്റെ പകുതി വന്നിട്ടുണ്ട് അല്ലേ? ഹാഫ് സിലിണ്ടറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്യൂബോയിഡിൻ്റെ വോളിയം പ്ലസ് സിലിണ്ടർ മൊത്തം ഇല്ലാത്തത് കൊണ്ട് ആ സിലിണ്ടറിൻ്റെ പകുതിയുടെ വോളിയം. ഓക്കെ ആണോ? അപ്പോൾ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ വോളിയം ഓഫ് ക്യൂബോയിഡ് പ്ലസ് ഹാഫ് ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടർ. സിലിണ്ടർ മൊത്തം ഇല്ല, ഹാഫ് ആയതുകൊണ്ടാണ് ഹാഫ് ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടർ. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, LBH. അതിൻ്റെ കൂടെ സിലിണ്ടറിൻ്റെ ഹാഫ് വോളിയം, ഹാഫ് ഇൻറ്റു സിലിണ്ടറിൻ്റെ വോളിയം എന്തായിരുന്നു? πr²H. ഇനി രണ്ടാമത്തെ ഷേപ്പ് നോക്കാം. രണ്ടാമത്തെ ഷേപ്പിൽ ഒരു സിലിണ്ടറുണ്ട്, അതിനകത്ത് ഒരു ഹെമിസ്ഫിയർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ വോളിയം എന്ന് പറയുന്നത് ഇതൊരു ഗ്ലാസ് ആട്ടോ. ഇതൊരു ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സോഡാ കട, ഇപ്പം ഒരു ലൈം കടയാണെന്ന് വിചാരിച്ചു. അതിനകത്ത് അവരെന്ത് ചെയ്യുന്ന ആ ഷോപ്പിൽ ഈ ലൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സായത്. അപ്പോൾ ഈ ഗ്ലാസ്സിന് സിലിണ്ടർ ഷേപ്പാണ് കാണുമ്പോൾ, പക്ഷേ അതിനകത്ത് എന്താണ്?
ഒരു ഹെമിസ്ഫിയർ ബൾജ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ എന്താണ്, അപ്പം എത്രയും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എത്രയും മാത്രമേ അതിനകത്ത് വോളിയം ഉള്ളൂ, അല്ലെങ്കിൽ എത്രയും മാത്രമേ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യാനൊക്കെ ഒന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഭാഗമേ ഉള്ളൂ. ഈ സിലിണ്ടറിൻ്റെ കണ്ട് ഇത്രയും ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വാട്ടർ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. താഴത്തെ ഭാഗം എന്ന് പറയുന്നത് ബൾജ് ചെയ്തിട്ടിരിക്കുക. അത് നമുക്ക് വെളിയിൽ നിന്ന് അങ്ങനെ നമുക്ക് തോന്നത്തില്ലെങ്കിലും അത്രേ അതിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, സ്പേസ് അത്രയേ ഉള്ളൂ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ആ വാട്ടറിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ഓഫ് ദിസ് ഗ്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ഓഫ് സിലിണ്ടർ ഷേപ്പ് വരുന്നുണ്ടല്ലേ. വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണോ? അല്ല. അതിനകത്തെ സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് എന്താണ്, ഹെമിസ്ഫിയറിൻ്റെ വോളിയം മൈനസ് ചെയ്യണം. കാരണം ഇത്രയും ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വാട്ടർ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? πr² മൈനസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്താണ്? 2/3 πr³. ഓക്കെ, അപ്പോൾ ഇതാണ് കോമ്പിനേഷൻസ് ഓഫ് സോളിഡ്സിൽ നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? സോളിഡ്സിൻ്റെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ കാണാനും വോളിയം കാണാനും. ഓക്കെ, അപ്പോൾ താങ്ക് യു.